എല്ലാവർക്കും നമസ്കാരം. ഞാൻ കമലനീസ കാടാമ്പുഴ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് SARനെ കുറിച്ചാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ പ്രത്യേക തീവ്ര പുനർപരിശോധന അല്ലെങ്കിൽ പുനരവലോകനം എന്നതിനെക്കുറിച്ച്, വോട്ടർ പട്ടികയെക്കുറിച്ച്. നമുക്കറിയാം, ഈ ഇടയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ് SAR. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും, നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരുന്നുള്ള തരത്തിലുള്ള മിഥ്യാധാരണകൾ പല ആളുകളിൽ നിന്നും കിട്ടിയിട്ട് ഈ സാധാരണക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇലക്ഷൻ അടുത്തതാണ്. അപ്പോൾ പലപ്പോഴും ഈ SARനെ വെച്ചിട്ട് പലരുടെയും വോട്ട് ബാങ്കിലേക്കുള്ള വോട്ടാക്കി മാറ്റാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവായിട്ടുള്ള ഈ അപഖ്യാതികൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സാധാരണക്കാരത് വിശ്വസിച്ചു 12 രേഖകൾ ഉണ്ടാവണം, ഈ രേഖകൾ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരുന്നുള്ള തരത്തിൽ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. അത് പണ്ട് ഏതൊരു നിയമം വരുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. മോദി സർക്കാർ കൊണ്ടുവരുന്ന ഏത് നിയമം, അതല്ലെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് മോദി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്ത് നിയമം വരുമ്പോൾ ഇപ്പോൾ CA വന്ന ആ സമയത്തും അതിൻ്റെ ജനങ്ങളുടെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനെന്നുള്ളത് മനസ്സിലാക്കാതെ അതുപോലെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെയിം അത് തന്നെയാണ് ഇത് ഇലക്ഷൻ കമ്മീഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോൾ മാത്രമല്ല, ഇതിന്റെ മുന്നേ ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. മോദി സർക്കാർ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി, ഇന്ന് വരെ ആർക്കും പൗരത്വം നഷ്ടപ്പെടുകയോ ആരും ഇവിടുന്ന് പോകേണ്ടിയൊന്നും വന്നിട്ടില്ല. അർഹരായ എല്ലാവരും ഇന്ന് ഭാരതത്തിൽ തന്നെയുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് വിവേകത്തോടെ ബുദ്ധിയോടെ കാര്യങ്ങൾ പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം പലപ്പോഴായിട്ട് SAR നടക്കുകയും ലാസ്റ്റ് 2002 SAR, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ 2002ലെയും ഇപ്പോൾ 2025ലെയും ഇത് കമ്പയർ ചെയ്യുന്നത്, ആളുകളുടെ രേഖകൾ കമ്പയർ ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. അതല്ല അതിന്റെ ശേഷമാണ് നടന്നതെങ്കിൽ ആ ഒരു പട്ടിക ആയിരിക്കും എടുക്കുക. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് എന്താ ബെനിഫിറ്റ് വെച്ചാൽ, വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് ഇവരുടെ ഇത് മാറ്റണമെങ്കിൽ, അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ ഇപ്പോൾ നടക്കും. അതുപോലെ നമുക്ക് മറ്റുള്ള പുതിയതായിട്ട് അർഹരായ ആളുകൾ, അപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾക്ക് അവരുടെ പേര് പട്ടികയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനൊക്കെ ഈ ഒരു അവസരം വളരെ ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഭയപ്പെടുന്നത്. ഒന്ന് മനസ്സിലാക്കുക, 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് യാതൊരു രേഖയും കൊടുക്കേണ്ടതില്ല. ഈ 2025 നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഇതിനുള്ളിൽ വീടുകളിൽ BLOമാർ വരും. എന്താ BLO എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. അപ്പോൾ അവർ വരുമ്പോൾ അവർ നമുക്ക് എന്യൂമറേഷൻ ഫോം തരും. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ട ആളുകൾ ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. വേറെ രേഖകളൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പം അതിനുശേഷമുള്ള ആളുകൾക്ക് അവരും ഭയപ്പെടേണ്ടതില്ല, ആരും ഭയപ്പെടേണ്ടതില്ല. അവർക്കാണെങ്കിൽ പോലും അവരുടെ പാരന്റ്സിന്റെ ബന്ധുക്കളുടെ ഒക്കെ രേഖകൾ ഉണ്ടാകും, അവരുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത്. അപ്പം അത് മതി. ഇല്ലെങ്കിൽ ഈ 12 രേഖകളൊന്നും നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ 12 രേഖകൾ ഇപ്പോൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജനന സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്, SSLC ബുക്ക് ഇൻക്ലൂഡഡ് ആണ്, ഉടമാവകാശം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രത്യേക കേന്ദ്രങ്ങളിലുള്ള അംഗീകൃതമായിട്ടുള്ള ID കാർഡുകൾ പറ്റും, പാസ്പോർട്ടുകൾ പറ്റും. ഇത്രയും ഇങ്ങനെ തുടങ്ങിയ രേഖകളൊക്കെ പറ്റും. അതുകൊണ്ട് ഇത് എല്ലാം കൊടുക്കണം എന്നല്ല, ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ളൂ. അതും മുന്നേ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും പേരുകളൊന്നും ഇല്ലെങ്കിൽ ഈ രേഖകൾ ആ സമയത്ത് നമ്മളെ അറിയിക്കുന്ന പക്ഷം അത് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ, പുതിയ ആളുകൾക്ക് വോട്ടവകാശം കിട്ടാനും, വോട്ട് അങ്ങനെ ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു അവകാശമാണ്, ആ അവകാശം പട്ടികയിൽ ഉൾപ്പെടുത്താനും, അതോടൊപ്പം തന്നെ വ്യാജമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിൽക്കുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കാനും. ഇപ്പോൾ ഡബിൾ ഇൻ പറഞ്ഞ അതായത് പല പട്ടികകളിലുള്ളവരുടെ പേരുകൾക്ക് അതിൽ നിന്ന് മാറ്റം വരുത്താൻ. ഇപ്പോൾ താമസം മാറിയ ആളുകളുണ്ടെങ്കിൽ അവരും അവർക്ക് അവരെവിടേക്കാണ് താമസം മാറിയ അവിടെയുള്ള പട്ടികകളിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് അവർക്കും അത് ഹെൽപ്പാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പൗരത്വം എങ്ങനെയുള്ളവരെ ആണ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് വെച്ചാൽ, വിദേശികൾക്ക് ഇത് പറ്റില്ല. അതുപോലെ 2 പൗരത്വം, ഇന്ത്യയിലും പൗരത്വമുണ്ട്, അമേരിക്കയിലും പൗരത്വമുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പൗരത്വമുണ്ടെങ്കിൽ അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ ഇത് ഇതാവുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒരാൾക്കും അവരുടെ അവകാശത്തെ നിഷേധിക്കുന്നില്ല, അവർക്ക് പൗരത്വം നഷ്ടപ്പെടുന്നില്ല, അവരുടെ വോട്ടവകാശം പോകുന്നില്ല. അത് മാത്രമല്ല, പഞ്ചായത്ത് തലത്തിൽ ഇത് ബാധകമല്ല. ഇത് നമ്മുടെ നിയമസഭ, ലോകസഭ വോട്ടവകാശം, അതായത് ആ ഒരു ഇതിൽ വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പൊ ആ വോട്ടുകൾക്ക് വേണ്ടി ആ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഇൻക്ലൂഡ് ചെയ്യിക്കാനാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഇത് അതായത് ഡിസംബർ 4 വരെയുണ്ട്. ഡിസംബർ 4 വരെയുള്ള ഈ ഒരു സംഭവം, അതായത് നമ്മുടെ വീട്ടിൽ BLOമാർ വരുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടുകയൊന്നും വേണ്ട. അവർ എന്യൂമറേഷൻ ഫോം തരും, അത് ഫില്ല് ചെയ്ത് ഈ ഡിസംബർ 4 മുന്നേ അവരെ ഏൽപ്പിക്കാം. ആവശ്യമെങ്കിൽ അവർ 3 തവണ വരും. അപ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി. അത് ഏൽപ്പിച്ച് അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. മറ്റൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. അപ്പോൾ ഇത് പേടിച്ചയ്യോ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കിതൊക്കെ നഷ്ടപ്പെടും എന്നുള്ള അങ്ങനത്തെ വേണ്ട. അവർക്ക് ആവശ്യമെങ്കിൽ അവർ 3 തവണ വീട്ടിൽ വരും. അപ്പോൾ അങ്ങനത്തെ യാതൊരു പേടിയുടെ ആവശ്യമില്ല. പിന്നെ അതേപോലെ
ഡിസംബർ 9 കരട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് അപ്പോഴേക്കും നമ്മുടെ ആവശ്യമുള്ള എന്തെങ്കിലും രേഖകൾ കുറവുണ്ടെങ്കിൽ ആ രേഖകളൊക്കെ ആവശ്യമെങ്കിൽ പുതുതായി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ആ രേഖകൾ പിന്നെ ചോദിക്കും. അത് എന്താ പറയുക, കരട് പ്രസിദ്ധീകരണത്തിൽ നമ്മുടെ പേരില്ല എങ്കിൽ, ആ ഒരു പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ നമുക്ക് അതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിയും. അപ്പോൾ എല്ലാത്തിനും ആരുടെയും ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത്തരത്തിലുള്ള യാതൊരു ഭയവും വേണ്ട. എല്ലാവരും ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇത്രയും കാലം സർക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മളെവിടേക്കും പോയിട്ടില്ല. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇതൊക്കെ അപഖ്യാതികൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ഏതെങ്കിലും രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. പിന്നെ അതിൽ കാണുന്ന വേറൊരു സംഭവമാണ് നമുക്ക് പേടിയായിട്ട്, നിങ്ങൾ ഇതെന്താണ് സംഭവം, രക്ഷിതാവിന്റെ എന്താ പറയാ EPIC ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ചിന്തിക്കും. അതല്ലേ നമ്മുടെ ചോദിക്കുന്നത്, അത് ഒന്നല്ല, വോട്ടർ ID നമ്പറാണ്, അത് ഇലക്ട്രൽ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളതൊന്നും കാണുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് കാര്യങ്ങൾ വ്യക്തമായി പക്വമായി മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഈ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഓക്കെ, നന്ദി, നമസ്കാരം.